റിവർ മാഡ്നസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ലൈറ്റ് ഗെയിം ചെയ്താലോ? അതിനായിട്ട് നമുക്കിന്ന് ബോൺ വോയേജിൻ്റെ സാൾട്ട് ഫൈനസ് എന്ന് പറഞ്ഞുള്ള ഒരു അടിപൊളി റോഡുണ്ട്. ലൈറ്റ് ഗെയിമിന് പറ്റിയ ഒരു മീഡിയം ലൈറ്റ് റോഡാണിത്. ഇത് വന്നിട്ട് ഏകദേശം ഒരു 3 ഗ്രാം മുതൽ 14 ഗ്രാം വരെയാണ് ഇതിൻ്റെ ലൂർ കപ്പാസിറ്റി. ഒരു 0.4 പി മുതൽ 1.2 പി വരെയാണ് ഇതിൻ്റെ ലൈനിങ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഇതൊരു എക്സ്ട്രാ ഫാസ്റ്റ് ആക്ഷൻ റോഡാട്ടോ, അടിപൊളി റോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കാർബൺ സോളിഡ് ടിപ്പ് കാർബൺ സോളിഡാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണ റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഹാർട്ടിൻ്റെ 800 സ്പൂൾ സൈസ് ജംടാക്സ് എന്ന് പറഞ്ഞുള്ള ആ റീല്. ഇത് നമ്മളടുത്ത് ആദ്യം തന്നെ ഉള്ളതാണ് ഈ റീലും റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടിപൊളി റോഡാട്ടോ. നമ്മളെന്താ വെച്ചാൽ ലൈറ്റ് ഗെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന് അഡിക്റ്റായി പോകും. ഈ അൾട്രാലൈറ്റ് പോലെ തന്നെ അതിന് നമുക്ക് ഇന്ന് യൂസ് ചെയ്യണ ലൂറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മളെ ടഫിയുടെ സ്കൈ ഗസർമിനോ. അതിൻ്റെ ഈ ടമ്മി ക്രേസി എന്ന് പറഞ്ഞുള്ള ഈ കളറാണെന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അതൊരു 60 mm സൈസും അതുപോലെ തന്നെ ഒരു 8 ഗ്രാം വെയിറ്റും വരുന്ന ലൂറാണ് ഈ സ്കൈ ഗസർമിനോ ടഫിയുടെ. അത് നമുക്ക് RK ഫിഷിംഗ് ടാക്കിൾസ് എന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാബ്രലോഡോസ്, RK അതുപോലെ ഒരുവിധം കടകളിലൊക്കെ കിട്ടും സാധനം. അപ്പോൾ നമുക്ക് പൊന്നാനിക്ക് പോവാം വറ്റനെ പിടിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗെയിമിൽ. ഓക്കെ, നമ്മൾ പുലർച്ചെയാണ് പൊന്നാനിയിലെത്തിയിട്ടുള്ളത്. പുലർച്ചെ വരാൻ കാരണം എന്താ വെച്ചാൽ വേറെ നല്ല ഏറ്റിറക്കം നോക്കിയിട്ടാണ് ശരിക്കും മീനെ പിടിക്കാൻ നമ്മൾ ഈ കടലിൻ്റെ സൈഡിൽ പോകാറ്. സാധാരണ എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഫുൾ ഏറ്റം വന്നിട്ട് ഇറക്കം തൂങ്ങി കുറച്ച് കഴിഞ്ഞാൽ, തൂങ്ങി തുടങ്ങിയാൽ എന്നാണ് പറയൽ. അതായത് കുറച്ച് കഴിഞ്ഞാൽ ഞാനെന്താ വെച്ചാൽ ആ ഏറ്റം തുടങ്ങിയ സമയത്ത് തന്നെ അവിടെ പോയി നിൽക്കുന്നുണ്ട്, ഇറക്കാൻ വേണ്ടി കാത്തിരിക്കുക. അത് ആർക്കും അങ്ങനെ ടൈം നോക്കിയിട്ട്, അതായത് മീൻ ആക്ടിവിറ്റി ഉള്ള സമയം അത്രേ ഉള്ളൂ. പലയിടത്തും പല മോഡലായിരിക്കും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയണത്. അത് വറ്റനെ പിടിക്കാറുണ്ട് നമുക്ക് സിമ്പിൾ പരിപാടി. എന്താ വെച്ചാൽ ഇതിൻ്റെ ആക്ടിവിറ്റി കാണാം. ചെറിയ മീനുകളെ ഇത് നന്നായിട്ട് ഫീഡ് ചെയ്യും. അവിടെയും ഇവിടെ ഓടി നടന്ന് അടിച്ച് തിന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് എറിഞ്ഞു കൊടുക്കുക. ഈ ലൂറാകുമ്പോൾ ടിച്ച് ചെയ്ത് വലിക്കുക, ജസ്റ്റ് ടിച്ച് ചെയ്യുക, വലിക്കുക, ടിച്ച് ചെയ്യുക, വലിക്കുക. അപ്പോൾ ഇത് പിന്നോലെ വന്നടിക്കും വറ്റ. ഈ വറ്റനെ പിടുത്തം ഭയങ്കര രസമുള്ള കാര്യം എന്താ വെച്ചാൽ ഈ വറ്റ രസം പരന്ന മീനാവുകൊണ്ട് തന്നെ നല്ല ഫൈറ്റായിരിക്കും. പിന്നെ അതിൻ്റെ ഫിന്ന് വലിയ സൈസ് ഫിന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫൈറ്റ് ഒന്നും കൂടി നല്ല രസമുള്ള ഫൈറ്റാണ്. ഇവർ എന്താ വെച്ചാൽ താഴത്തേക്ക് ഇങ്ങനെ കുത്തി ഈ വറ്റയൊക്കെ അവന്മാരെ ആക്ടിവിറ്റി ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ അടി തുടങ്ങിയാൽ പിന്നെ ചാന്നം പിന്നെ അടിയേക്കാരം. നമുക്ക് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് ഈ വറ്റപ്പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ്. അല്ല, ഓരോ മീനും അതിൻ്റേതായൊരു ഫൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മീനെ പിടിക്കുമ്പോഴും അതിൻ്റേതായ ഒരു ഫീൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. ഇപ്പോൾ നമുക്ക് ബർക്കൂട അടിച്ചിട്ടുണ്ട്. ബർക്കൂട അടിച്ചപ്പോൾ വലിയൊരു ഫൈറ്റ് ഒന്നുമില്ല, പക്ഷേ ബർക്കൂട നല്ല സൈസുള്ളതാണ് ശരിക്കും അടിക്കേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ നീണ്ട മീനല്ലേ, അപ്പോൾ ഫൈറ്റ് കുറച്ച് കുറയും. വറ്റടായിട്ടല്ല, നീണ്ട മീനാകുമ്പോൾ ഫിന്നും ചെറുതാണ്. വലിയ ഫിന്നുള്ള നീണ്ട മീൻ പറഞ്ഞാൽ ടൂണ കുറച്ചൊക്കെ നീളമുണ്ടെങ്കിലും വലിയ ഫിന്നാണ്. ടൂണയുടെ കുറച്ച് ഫൈറ്റുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൈ ഗസർമിനോ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ വെയിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ള അത് വീഴുന്ന സമയത്ത് അതിന് ഇപ്പോൾ മീനുകൾക്കൊക്കെ അപകടം പറ്റിയുള്ള ഇങ്ങനെ ഇതായിട്ട് തട്ടി താഴത്ത് പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് ഈ സ്കൈ ഗസർമിനോ വീഴുക, വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പോസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ തന്നെ അതിങ്ങനെ വന്ന് താഴത്തേക്ക് ആടുമ്പോൾ തന്നെ മീൻ ജസ്റ്റ് ഒന്ന് ഇതിനെ നോട്ടിടും. ഇപ്പോൾ കാളാഞ്ചൊക്കെയാണെങ്കിൽ ആ സമയത്ത് നോട്ടിട്ടിട്ട് പിന്നാലെ ഒന്ന് അറ്റാക്ക് ചെയ്യും. ചിലപ്പോൾ നമുക്ക് വറ്റൊക്കെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വറ്റ ടിച്ച് ചെയ്ത് വലിച്ചങ്ങനെ കൊടുന്നാൽ മതി, വറ്റയും പറക്കൂടെയൊക്കെ. ഈ സ്കൈ ഗസർമിനോയിൽ നിങ്ങളിപ്പോൾ രസം മീഡിയം സൈസ് ചെമ്പല്ലി അങ്ങനത്തെയൊക്കെ ഉള്ള ഏരിയക്കാണ് പോകുന്നത്, കല്ലിൻ്റെ അവിടേക്കൊക്കെയാണ് പോകണമെങ്കിൽ ഇതിൻ്റെ ഹുക്ക് ചേഞ്ച് ചെയ്യണത് നന്നായിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ ഈ വലിയ തട്ടും തടവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനി ഹുക്കിൽ തന്നെ ഇത് ചെയ്യണത്. അതായത് ഡ്രാഗ് ഇട്ട് പിടിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള ഏരിയ ആവുകൊണ്ട്. പിന്നെ വറ്റിയല്ലേ നമ്മൾ ടാർഗറ്റ് ചെയ്യണത്, അപ്പോൾ അതിന് ഹുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ തന്നെ ചില ഹുക്ക് നിവറുണ്ട്. ഞാനത് തന്നെ ടൈമില്ലാത്തതുകൊണ്ടേ നമ്മൾ പ്ലെയർ ഉണ്ട് അതന്നെ ശരിയാക്കി ഇട്ടിട്ട് ആണ് പിടിക്കണത്.
ഇല്ലേ സൈഡിലാ തറച്ചിക്കണ് പിന്നെ ഉക്ക് ഇല്ല നാള് വല ഇട്ടിട്ട് മൂപ്പര വല അവിടുന്ന് കിട്ടി ഇവിടെ വല ഇട്ടാണ് മൂപ്പര് പൊന്തിൻ അയ്യോ ഒരു മീഡിയം സൈസ് ലൂറില്ലേ ആ ആ വീടുണ്ട് അത്ര വലിയ സൈസില്ല പക്ഷെ എൻ്റെ ഉക്ക് നീര് അതാണ് ഡ്രാഗ് ഇട്ട് കൊടുക്കണത് ഇല്ലല്ല ഇതെന്താ പൊന്തൊക്കെ വരുന്നുണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ട് സാധനം അതൊന്നും പോകില്ല അത്ര സൈസൊന്നുമില്ലേ എൻ്റെ ഉക്ക് പേടിയാണ് എനിക്ക് സൈഡാ കയറണേ പിന്നെ അതുമല്ല ലൈറ്റ് ഗെയിം എന്തായാലും നല്ലൊരു അടിപൊളി സംഭവമാണ്. ലൈറ്റ് ഗെയിമിൻ്റെ വീഡിയോസ് ഇനി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.